സംസ്ഥാനത്തുടനീളം സംസ്ഥാന സർക്കാരും റവന്യൂ വകുപ്പും എന്താണ് ഈ മഴയുടെ കെടുതികളെ നേരിടാൻ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി റവന്യൂ മന്ത്രി കെ രാജനുമായി നമുക്ക് സംസാരിക്കാം. കെ രാജൻ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് മോർണിംഗ് കെ രാജൻ. മിനിസ്റ്റർ രാജൻ, ശരിക്കും കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നു എന്നാണ് നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ജനങ്ങളുടെ കമൻറ്റുകളും ഒക്കെ വന്നു. ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ ജനങ്ങളോട് മന്ത്രി രാജൻ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അല്ല, വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കണം. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളിപ്പോൾ തിരിച്ചറിയേണ്ടത് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ന്യൂനമർദ്ദത്തിൻ്റെ ഒരു പ്രശ്നമല്ല ഇപ്പോൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ന്യൂനമർദ്ദമായിരുന്നു ഒരു ദിവസം മുമ്പ് വരെ നമ്മൾ കണ്ടിരുന്ന മഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പക്ഷെ ന്യൂനമർദ്ദത്തിൽ നിന്ന് മാറി യഥാർത്ഥ മൺസൂണിലേക്ക് അത് തിരിഞ്ഞു. SKN ഇന്നലെ രാത്രിയുള്ള റഡാറിലെ കണക്കുകൾ ഇന്ന് രാവിലെ നമ്മൾ നോക്കിയപ്പോൾ എറണാകുളത്താണ്, കൊച്ചിയിലാണ് പ്രധാനപ്പെട്ട റഡാർ ഉള്ളത്. എറണാകുളത്ത് ഉള്ള റഡാറിലെ കണക്കുകൾ നോക്കിയപ്പോൾ ഇന്നലെ രാത്രി കേരളത്തിൽ 90 കിലോമീറ്റർ വരെ, എല്ലായിടത്തും എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ 85 മുതൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നൊരു കാര്യം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിൻഡിൻ്റെ ഒരു പുതിയ പൊസിഷനാണ്. ഈ നേരത്ത് വിൻഡിലൂടെ നമുക്ക് ലഭ്യമാകുന്ന കാറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ഇന്നലെ ഇപ്പോൾ രാവിലെ കുറച്ചു നേരം ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും വീണ്ടും കാറ്റിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ കാറ്റിൻ്റെ വരവ് വളരെ ശക്തിയായിട്ട് കാണുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ മേഘചലനങ്ങൾ വളരെ വേഗതയിലാണ്. മഴമേഘങ്ങൾ, പഞ്ഞിക്കെട്ട് പോലെയുള്ള മഴമേഘങ്ങളാണ് എല്ലായിടത്തും കാണുന്നത്. അതോടൊപ്പം തന്നെ കനത്ത കാറ്റും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ മഴയ്ക്ക് ഒരു കുറവും ഇന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ കരുതേണ്ടതില്ല. ഇന്നലെ കരുതിയ പോലെ, ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ മഴ വളരെ നല്ലതുപോലെ ഉണ്ടാകും എന്നാണ് നമ്മൾ കാണുന്നത്. ഈ നിർദ്ദേശപ്രകാരം നമുക്ക് ഏതെങ്കിലും ഒരു പോർഷനെ, ആലുവ മുതൽ കോഴിക്കോട് വരെയുള്ള പോർഷനിലാണ് ഇപ്പോൾ കാറ്റിൻ്റെയും മഴയുടെയും വേഗത കാണിക്കുന്നതെങ്കിലും ഓരോ സമയം കഴിയും തോറും അതിൻ്റെ ഗതി മാറുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ റഡാറിലോ സാറ്റലൈറ്റിലോ വിൻഡിലോ എടുത്തു കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ ഈ ചിത്രങ്ങളല്ല കാണുന്നത്. 10 മണിയാകുമ്പോൾ കുറെ കൂടി കനക്കുന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എല്ലാ വിധത്തിലും സുരക്ഷിതമായി നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം. ഞായറാഴ്ചയാണ് ഇന്ന് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ യാത്രകൾ അനാവശ്യമാണെങ്കിൽ ദയവായിട്ട് ഒഴിവാക്കുക. ഇന്നത്തെ ദിവസത്തെ കൂടി യാത്രകൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നടത്താവുന്ന വിധത്തിൽ തയ്യാറാക്കിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. എല്ലാ വിധത്തിലും എല്ലാ ജില്ലകളിലും നല്ലതുപോലെ അലർട്ടും അതിൻ്റെ നടപടിക്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് പത്രക്കാരെ കാണുമ്പോൾ NDRFന്റെ 7 ടീം ജൂൺ 1 മുതൽ പ്രവേശിക്കും, 2 ടീം ഇപ്പോൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നലെ തന്നെ മൺസൂൺ എത്തിയ സാഹചര്യത്തിൽ NDMAയുമായി, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ഞങ്ങൾ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടി അവർ നൽകിയിട്ടുള്ള സന്ദേശം, അടിയന്തരമായിട്ട് 3 NDRF ടീം കൂടി ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചേരും. അപ്പോൾ 5 NDRFന്റെ ടീമിനെ രാവിലെ തന്നെ നമുക്ക് വിന്യസിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അങ്ങനെ ലഭ്യമായിട്ടുള്ളവർ കാസർഗോഡ്, വയനാട്, മലപ്പുറം, ഇടുക്കി, തൃശ്ശൂർ ഈ 5 പ്രദേശങ്ങളിലാണ് NDRFന്റെ ടീമിനെ ഇപ്പോൾ നമ്മൾ വിന്യസിപ്പിച്ചിട്ടുള്ളത്. ഏതു നേരത്തും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കിയും വയനാട്, ഇടുക്കി ജില്ലകളിൽ പ്രത്യേകമായിട്ട് നേരിട്ടുള്ള മൂവ്മെൻറ്റുകൾക്ക് ചില പ്രയാസമുള്ള സ്ഥലങ്ങൾ നോക്കിയുമാണ് പ്രത്യേകമായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ നേരത്തെ 24-ൽ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചതുപോലെ നമ്മൾ നേരത്തെ കണ്ട ലൈബീരിയൻ കപ്പൽ MSC എൽസ 3 അതിൻ്റെ അകത്തുള്ള കണ്ടെയ്നെ കുറിച്ച് നമുക്ക് ഏതാണ്ടൊരു വിവരം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അത് അന്വേഷിച്ച സാർട്ടിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്ന് പറയുന്ന ഒരു ഇന്ധനമാണ് അതിൽ നിന്ന് ചോർന്നത്. വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്ന് പറയുന്ന ഒരു ഇന്ധനമാണ് അതിൽ നിന്ന് ചോർന്നത്. അതൊരു മഞ്ഞപ്പാട പോലെ തീരത്തേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ കപ്പൽച്ചാലിൽ നിന്ന് ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത് വന്നതെങ്കിലും കാറ്റിൻ്റെ ഗതിയുള്ളത് കൊണ്ട് അതെങ്ങനെയാണ്
മാറിപ്പോവുക എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റാത്തതുകൊണ്ട് കടൽ തീരത്ത് നല്ല അലർട്ട് ഉണ്ട്. കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. കണ്ടെയ്നറുകളിൽ സെർച്ച് ആൻഡ് സാർട്ട് പറഞ്ഞതനുസരിച്ച് കണ്ടെയ്നറുകളിൽ മാർഗിൻ ഗ്യാസ് ഓയിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേവിയുടെ 2 കപ്പലും കോസ്റ്റ് ഗാർഡിൻ്റെ 2 കപ്പലും ഒരു സ്വകാര്യ കപ്പലും 5 കപ്പലുകൾ ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർണ്ണമായിട്ടും നിലവിൽ ചെരിഞ്ഞു കിടക്കുന്ന കപ്പലിനെ ഉയർത്താനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രാത്രി നല്ല കാറ്റും മഴയും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് 1 മണിക്ക് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്നത്. രാവിലെ ആകുമ്പോഴേക്കും ആ ശ്രമം പൂർത്തിയാക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും തീരദേശത്തെ ഏതെങ്കിലും വിധത്തിലുള്ള കണ്ടെയ്നറുകളോ പത ഉൾപ്പെടെയുള്ള മഞ്ഞ കളറിലുള്ള ഏതെങ്കിലും ലായനികളോ കാണാനിടയായാൽ കണ്ടെയ്നറുകളിൽ തൊടുകയോ ബക്കറ്റിൽ ആ വെള്ളം സമാഹരിക്കുകയോ ചെയ്യാൻ ശ്രമിക്കരുത്. കാറ്റിൻ്റെ ഒരു ഗതി നേരെ വടക്കൻ മേഖലയിലേക്കാണ് തിരിഞ്ഞു പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കണ്ടെയ്നറോ ഓയിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റും ആ വിധത്തിലായിരിക്കും പോവുക. അതുകൊണ്ട് വടക്കൻ മേഖലയിലേക്കായിരിക്കും, എറണാകുളത്തിൻ്റെ വടക്കൻ മേഖലയിലേക്കായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വരിക എന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടാൽ അത് നിർവീര്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതിന് സജ്ജമാകുന്ന വിധത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികൾക്കും നമ്മൾ വിവരം നൽകിയിട്ടുണ്ട്. മഴ പെട്ടെന്ന് അവസാനിക്കും, 2 ദിവസം കൊണ്ട് അവസാനിക്കുമെന്ന് ഇപ്പോൾ കാണാൻ പറ്റില്ല. കാരണം പൂർണ്ണമായിട്ടും മൺസൂണായി. 8 ദിവസങ്ങൾക്ക് മുമ്പ്, പ്രവചിക്കുന്നതിന് 8 ദിവസങ്ങൾക്ക് മുമ്പ് മൺസൂൺ വന്നു. മൺസൂൺ ആയി എന്ന് മാത്രമല്ല 27-ാം തീയതിയോടുകൂടി ഇതിനോടൊപ്പം തന്നെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടും എന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കുക, വലിയ യാത്രകൾ നടത്താതിരിക്കുക, ജില്ലാ ഭരണകൂടങ്ങളുടെ നിർദ്ദേശം ലഭ്യമാക്കുക. ഇപ്പോൾ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് SKN ഇവിടെ പറഞ്ഞത്. അടുത്ത ഒരു കുറഞ്ഞ നേരങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള റിപ്പോർട്ടർമാരും അവർക്ക് കിട്ടുന്ന കൃത്യമായ വിവരങ്ങളും വെച്ചിട്ടുള്ള ഇൻഫോർമേഷൻ 24 നൽകുന്നു. വളരെ സ്വാഗതാർഹമാണിത്. കാരണം സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകളും ഒരുപക്ഷെ ഷെയറൊക്കെ ചെയ്യുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ആ വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷേ ഷെയറുകളും ലൈക്കുകളും ഈ ദുരന്തകാലത്തും ആളുകൾ പലയിടങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ലഭ്യമായ വാർത്തകൾ ശരിയാണെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് ആ വാർത്തകൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ മണിക്കൂറിലും ഇനി അത് നൽകിക്കൊണ്ടിരിക്കും. ജില്ലാ കളക്ടർമാരോട് എല്ലാ ഘട്ടത്തിലും അവരവരുടെ അപ്ഡേറ്റ്സ് വളരെ കൃത്യമായിട്ട് നൽകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് വളരെ സജ്ജമായിട്ടാണ് നമ്മൾ നീങ്ങുന്നത്. ഇന്നലത്തോടു കൂടി ആവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള സംഖ്യ എല്ലാം കളക്ടർമാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ കൃത്യമായി പറഞ്ഞതുപോലെ ഏതാവശ്യം വന്നാലും നമുക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങൾ ഒരുക്കാൻ 3950 ക്യാമ്പുകൾ ലൊക്കേറ്റ് ചെയ്ത് ആവശ്യമെങ്കിൽ തുടങ്ങാൻ 5,29,539 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ക്യാമ്പുകളുടെ രൂപം പ്രാഥമികമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിനൊന്നും വേണ്ടി വന്നിട്ടില്ല, എങ്കിലും ഏത് ഘട്ടത്തിലും അങ്ങനെ നോക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി അവസാനമായിട്ടുള്ളത്, വർണബിളായിട്ടുള്ള പ്രദേശങ്ങളാണ് നേരത്തെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാറ്. ഇത്തവണ വർണബിളായിട്ടുള്ള പ്രദേശങ്ങളും വർണബിൾ പോപ്പുലേഷനും നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതായത് അപകടം നേരത്തെ ഉള്ളതിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തുന്ന സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന ആകെ പോപ്പുലേഷൻ, അതുകൊണ്ട് അതുകൂടി നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇടക്കാലത്ത് ഉണ്ടാവുക എന്താണെന്ന് പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പം ഇന്നലെ MSC എൽസ 3 അങ്ങനെ കടലിലൊരു അപകടം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല. NHുമായി ബന്ധപ്പെട്ട് നല്ലതുപോലെ പോയിന്റ് വൈസ് ചെയ്ത് ഇന്നലെ കളക്ടർമാരുടെ യോഗം നടത്തിയപ്പോൾ അവർ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിവിധ ടീമുകളാണ് NH പണിയുന്നത്. എല്ലാ ടീമുകളോടും RRTമാർ അവരുടെ സ്വന്തം നിലവിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംവിധാനത്തിന് പുറമെ ഓരോ റീച്ചിലും അവരുടേതായിട്ടുള്ള റാപ്പിഡ് റെസ്പോൺസിബിൾ ടീമുകളെ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളോടെ അസംബ്ലി ചെയ്യാനും എവിടെയെങ്കിലും ഒരു വെള്ളക്കെട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ മാറ്റാനും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും പോലീസുമായി ബന്ധപ്പെട്ട് ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ട് ദേശീയപാതയോട് ചേർന്ന് എല്ലായിടത്തും തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. നല്ല സജ്ജമാണ് സംസ്ഥാനം. പക്ഷേ ജനങ്ങളുടെ നല്ല ഇടപെടലുണ്ടാകണം. മൺസൂൺ നേരത്തെ 27-നും അതുപോലെ തന്നെ ജൂൺ 1-നും ഇടയിലൊക്കെ വരൂ എന്ന് നമ്മൾ വിചാരിച്ചതാണ്. പക്ഷെ നേരത്തെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണെങ്കിലും നല്ല തയ്യാറെടുപ്പ് ഉണ്ടാകണം.
താങ്ക് യു മിനിസ്റ്റർ കെ രാജൻ. റവന്യൂ മന്ത്രി കെ രാജൻ വിശദീകരിക്കുകയായിരുന്നു എടുത്തിട്ടുള്ള തീരുമാനങ്ങളും അതുപോലെ സജ്ജീകരണങ്ങളും ഒക്കെ. മന്ത്രി രാജൻ സൂചിപ്പിച്ചതുപോലെ ഈ ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രളയത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ പഴയകാല ചിത്രങ്ങൾ എടുത്ത് ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തി ഇപ്പോൾ സംഭവിക്കുന്നതാണ് എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്തരം ചില അഡ്വഞ്ചറസും ആളുകൾ കാണിക്കാൻ പാടില്ല. നമ്മുടെ ആളുകളെ ഭയപ്പെടുത്താൻ പാടില്ല. എല്ലാവിധമായ ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാരും ചെയ്തു കഴിഞ്ഞു എന്നാണ് റവന്യൂ മന്ത്രി രാജൻ നമ്മോട് പറഞ്ഞത്. മാത്രമല്ല ഈ കടലിൽ ചരിഞ്ഞ കപ്പലിൽ നിന്ന് തീരത്തേക്ക് അടുക്കുന്ന മായമോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ കണ്ടാൽ അതിനടുത്ത് പോകാതിരിക്കണമെന്നുള്ള വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ വിഷവസ്തു നമ്മളിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനി ഉറപ്പ് വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ അത്തരം വസ്തുക്കൾ കണ്ടാൽ അതിനടുത്ത് പോകാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ദേശീയപാതയിൽ ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിഞ്ഞു. ആ മണ്ണിടിഞ്ഞ സ്ഥലത്തൊക്കെ ഇപ്പോഴും ഭീതി നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേശീയപാതയിലൂടെ ഈ മഴക്കാലത്ത് യാത്ര ചെയ്യാൻ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകളൊക്കെ തന്നെ വാട്സപ്പിലൊക്കെ എനിക്ക് ചില സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മണ്ണിടിച്ചിലുണ്ടാകും. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുന്നത്.